ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനീർപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവുവിൻ്റെ കല്യാണത്തിനായിട്ട് രേവതി നിർബന്ധിക്കുന്നത് പ്രകാരം തന്നെ ദേവു എങ്ങാനും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സച്ചിയുടെ രേവതിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല ശ്രീകാന്ത്, ഞങ്ങൾ അവർ എത്ര തവണ പിണങ്ങിയിരിക്കുന്നു, നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ പിണക്ക് എത്രത്തോളം തന്നെ പോകുമെന്ന്, അതുകൊണ്ട് നീ പേടിക്കുന്ന പോലെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. സച്ചിയെ കാണുമ്പോൾ തന്നെ രേവതി ചോദിക്കുന്നു, നഹ ഇന്ന് വെറും കൈയോടെയാണ് വന്നത്, പെങ്ങൾക്കൊന്നും മേടിച്ചുകൊണ്ട് വന്നില്ലേ എന്ന് ചോദിക്കുന്ന നേരത്ത് വെറും കൈയോടൊന്നും അല്ല വന്നത്, നോക്കി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയുടുപ്പ്, അതായത് പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു കുട്ടിയുടുപ്പ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കട്ടെ. സച്ചി ഇത് കാണുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, പെൺകുട്ടിയാണെന്ന് ഉറപ്പിച്ചു എന്ന് ചോദിക്കുന്ന നേരത്ത് തീർച്ചയായിട്ടും എനിക്ക് പെൺകുട്ടികളെയാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ വർഷയ്ക്ക് പെൺകുട്ടി തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ സംസാരമെല്ലാം കേൾക്കുമ്പോഴത്തേക്കും വർഷയ്ക്ക് വല്ലാതെ തന്നെ സങ്കടമാവുന്നുണ്ട്. വർഷ കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യും കേട്ടോ. ഈ ഒരു സമയം തന്നെ രേവതി ശ്രീകാന്തിനോട് പറയുകയാണ്, ശ്രീകാന്തിനെ നീ അവക്കടെ കൂടെ ചെല്ലുക, അവൾക്ക് സങ്കടമായും തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ശ്രീകാന്ത് പോയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ രേവതിയോടായിട്ട് സച്ചി പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവളെ കുഞ്ഞിനെക്കുറിച്ചൊക്കെ ഓരോരോ ഓർമ്മകൾ നമ്മൾ നൽകണം, മാത്രമല്ല ചെറിയ ചെറിയ സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം കാണുമ്പോഴത്തേക്കും അവൾക്ക് അവളുടെ കുഞ്ഞിനോടുള്ള സ്നേഹം കൂടുക മാത്രമേ ഉള്ളൂ, അവൾ ആ കുഞ്ഞിനെ കൊല്ലാനൊന്നും ശ്രമിക്കുകയില്ല എന്നൊക്കെ സച്ചി പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രേവതിക്കും ശരിയാണെന്ന് തോന്നുകയാണ്. ഇതേ സമയം തന്നെ വർഷയാകട്ടെ റൂമിലേക്ക് ചെന്നതിന് ശേഷം ഒരുപാട് കരയുന്നുണ്ട്. അതിനുശേഷം തൻ്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ ഓർക്കുന്ന കൂട്ടത്തിൽ തന്നെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ഈ വേദന ഒന്നും സഹിക്കാൻ പറ്റുകയില്ല എന്ന്, അതായത് ഒരേ നിമിഷം തന്നെ രണ്ട് മൈൻഡ് നമ്മുടെ വർഷയ്ക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ തന്നെ വർഷ ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്താ ഞാനിതിങ്ങനെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ കുഞ്ഞിനെ താലോലിക്കാനൊക്കെയുള്ള മൈൻഡ് വരുന്ന ഇടയ്ക്ക് കുഞ്ഞ് വേണ്ട എന്ന് തോന്നുന്നു, ഞാൻ എന്താ എങ്ങനെയെന്നൊക്കെ വർഷ തന്നെ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് വർഷയെ സ്വാതന്ത്ര്യപ്പിക്കാനായിട്ട് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്തിനെ കാണുമ്പോൾ തന്നെ വർഷയ്ക്ക് ദേഷ്യം അടക്കാനാവാതെ തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രീകാന്തിന് കാര്യം മനസ്സിലാവട്ടെ, അവൾ തൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്, അവൾക്ക് മനസ്സിൽ തന്നെ തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നതിന് ഒരു കുറ്റബോധമൊക്കെ ഉണ്ട് എന്ന് ശ്രീകാന്തിന് മനസ്സിലാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇത്രയും നേരമായിട്ടും തന്നെ ആൻറ്റിയോ ശ്രുതി ആരും തന്നെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലല്ലോ എന്നൊരു സങ്കടത്തോട് നിൽക്കുന്ന സമയത്താണ് മീര അങ്ങോട്ടേക്ക് വരുന്നത്. മീര വന്നതിന് ശേഷം പറയുന്നുണ്ട്, നിൻ്റെ പ്ലാനിങ് എല്ലാം പാഴായി പോവുകയുള്ള ശ്രുതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് സമയദോഷമാണെന്ന് തോന്നുന്നു മീര, എന്ത് ചെയ്താലും അത് അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്ന് ശ്രുതി പറയുകയാണ്. അപ്പോൾ ഈ ഒരു സമയം തന്നെ മീര പറയുന്നുണ്ട്, എൻ്റെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു മാല കൊടുക്കുമ്പോൾ ആൻറ്റി ആ വീട്ടിലേക്ക് കയറ്റുമെന്ന് അറിഞ്ഞില്ല, ഇപ്പം നിനക്ക് ആ വീട്ടിലേക്ക് കയറാനും പറ്റിയില്ല, ഇനി ആ മാല എങ്ങനെ ആൻറ്റിയോ ആ ശ്രുതി ആരെങ്കിലും കൊണ്ട് പണയം വയ്ക്കാൻ ശ്രമിച്ചാലോ എന്ന് ചോദിക്കുന്ന നേരത്ത് എന്തായാലും വേഗമൊന്നും തന്നെ ആ ഒരു മാല പണയം വയ്ക്കാനുള്ള സാധ്യത കുറവാണ്, ഞാൻ എന്തായാലും ബാമാൻറ്റിയോട് സംസാരിച്ചതിന് ശേഷം ബാമാൻറ്റിയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആ മാല തിരികെ എടുക്കാൻ ശ്രമിക്കാമെന്നൊക്കെ പറയാം കേട്ടോ. ഈ ഒരു സമയം തന്നെ മീര പറയുന്നത്, നീ എന്നെ ഏൽപ്പിച്ച 2 ജോലി ഞാനിന്ന് ചെയ്ത് തീർത്തിട്ടുണ്ട്, വിമലാൻറ്റിക്ക് ആദ്യം താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വാടക വീട് കണ്ടിട്ടുണ്ട്, പിന്നെ ആദ്യം സ്കൂളിലേക്ക് ചേർക്കുന്നതിനൊരു സ്കൂളിലേക്ക് അഡ്മിഷൻ ഞാൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവും. ശ്രുതി പറയുകയാണ്, എന്തായാലും നിനക്ക് ഇഷ്ടപ്പെട്ട വീടല്ലേ, അത് നല്ല വീട് തന്നെയായിരിക്കും, നമുക്ക് എന്തായാലും ആ ഒരു കാര്യം തന്നെ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി മീരയോടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സമയം ഒരുപാട് നേരമായിട്ടും ശ്രുതി വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ ആശങ്കയോട് കൂടി തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരാനിട്ട് എന്തോ ഒരു അപകടം ശ്രുതിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന രീതിക്കാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. മിക്കവാറും അവൻ ഷോപ്പിൽ തന്നെ ഉണ്ടാവും, അവൻ എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ്റെ ഫ്രണ്ട് ആനന്ദിനെ അറിയാം, ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആനന്ദിനെ ഫോൺ വിളിക്കുന്ന സമയത്താണ് ശ്രുതി ഇതുപോലെ മാല കൊണ്ടേ പണയം വയ്ക്കാൻ ശ്രമിച്ച്, അതായത് ഗോൾഡിൻ്റെ മാല കൊണ്ടേ പണയം വയ്ക്കാൻ ശ്രമിച്ച് ശ്രുതിയെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും തന്നെ ഷോക്ക് ആവുകയാണ്. പെട്ടെന്ന് തന്നെ രവി ഫോൺ മേടിച്ചതിന് ശേഷം അവൻ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്ന നേരത്താണ് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ ആനന്ദ് പറയുന്നത്. കൂടുതൽ തന്നെ ആനന്ദ് പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് പോയി ശ്രുതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്, നാട്ടുകാരെല്ലാവരും നിങ്ങൾ ഇതുവരെ അറിഞ്ഞില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത്, എന്തായാലും എത്രയും വേഗം ശ്രുതിയെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ആനന്ദ് പറയുന്ന സമയത്ത് എൻ്റെ മാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയില്ല, അവൻ ഗോൾഡിൻ്റെ മാലയൊന്നും കൊണ്ടേ വെക്കുകയില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ ആനന്ദ് പറയുന്നുണ്ട്, അവൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് അവൻ പോലീസുകാരോട് പറഞ്ഞു. അവൻ്റെ ഭാര്യ അവൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്കായിട്ട് ഒരു ഗോൾഡിൻ്റെ മാലയാണ് സമ്മാനമായി നൽകിയത്, അറിയാതെയായിരുന്നു അവൻ പണയം വെക്കാൻ പോയതെന്നൊക്കെ പോലീസുകാരോട് പറഞ്ഞെങ്കിൽ അവരതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ബാങ്കുകാരുടെ നിർബന്ധപ്രകാരം തന്നെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നൊക്കെ ആനന്ദ് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഒരു അടി കിട്ടിയ അവസ്ഥയും, കാരണം തനിക്ക് കൊണ്ടു തന്നത് ഗോൾഡാണെന്നുള്ള കാര്യം ചന്ദ്രയ്ക്കടക്കം എല്ലാവർക്കും മനസ്സിലാവുക. അപ്പോൾ കാര്യം മനസ്സിലായി കഴിയുമ്പോൾ തന്നെ സച്ചി കോള് കട്ട് ചെയ്യുന്ന നേരത്തെ ചന്ദ്ര പറയുന്നു, ഈ വീട്ടിൽ നിന്ന് ആരും തന്നെ ശ്രുതി ഇറക്കാനായിട്ട് ചെല്ലേണ്ടതില്ല,
ആ കള്ളി കൊണ്ടുവന്ന ഗോൾഡിൻ്റെ ആഭരണമായിരുന്നു, എന്നോട് കള്ളം പറഞ്ഞ് അവനത് കൊണ്ടുപോയി പണയം വെക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭയങ്കര സങ്കടപ്പെട്ട് തന്നെ സംസാരിക്കുക. കാരണം തന്നോട് ഒരിക്കലും തൻ്റെ മകൻ കള്ളം പറയുകയില്ല എന്നൊരു വിശ്വാസം ചന്ദ്രയുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയും സുധി തന്നെ പറ്റിക്കുകയായിരുന്നു, കള്ളം പറഞ്ഞ് പറ്റിച്ചു എന്ന് മനസ്സിലാക്കുമ്പോഴത്തേ ചന്ദ്രയ്ക്ക് ദേഷ്യം ഇറക്കാനാവുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് ആരും തന്നെ സുധി ഇറക്കാനായിട്ട് ചെല്ലുന്നൊരു തീരുമാനം പറയുകയാണ്. എന്നിരുന്നാലും രവി തൻ്റെ മകനെ ഇറക്കാൻ പോകുമെന്നൊക്കെ പറയുന്ന സമയത്ത് രവിയായിട്ട് നിങ്ങൾ പോകരുത്, എൻ്റെ വാക്ക് ധിക്കരിച്ച് എങ്ങോട്ടും പോകരുത്, അവൻ അവിടെ കടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോട് തന്നെയാണ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നത്. ചന്ദ്ര പോയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ രവി സച്ചിയോടായിട്ട് പറയുന്നത് എന്ത് പെണ്ണ അവൾ വീണ്ടും ഇങ്ങനെ ഓരോരോ കള്ളത്തരങ്ങൾ കാണിക്കുകയാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് അവളുടെ സ്വഭാവമാണ്, മാത്രമല്ല നമ്മളോട് കള്ളത്തരം കാണിച്ച് പണം നേടിയെടുക്കാൻ ശ്രമിക്കുന്നു, അത് സുധിയുടെ സ്വഭാവമാണെന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. അങ്ങനെ സച്ചി അവിടെ നേരെ ചെല്ലുന്ന രേവതിയുടെ അടുത്തേക്കാണ്. രേവതിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം സുധിയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ചെറുപ്പത്തിൽ അവൻ ഇതേ രീതിയിൽ തന്നെയായിരുന്നു, തൻ്റെ കാര്യം തന്നെയായിരുന്നു അവൻ ഏറ്റവും വലുത്, അതിന് വേണ്ടിയിട്ട് അവൻ എന്ത് കാര്യം ചെയ്യാനും എന്തിനും മടിക്കില്ലായിരുന്നു എന്നൊക്കെ സച്ചിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയേട്ടൻ നിങ്ങളുടെ ഏട്ടനെ പോലീസുകാരെ തല്ലുമായിരിക്കും എന്ന് ചോദിക്കുമ്പോഴത്തേ തല്ലാൻ പാകത്തിനുള്ള ക്രിമിനൽ കുറ്റമൊന്നും അവൻ ചെയ്തില്ലല്ലോ എന്ന് സച്ചി മറുപടി പറയുമ്പോഴത്തേക്കും എന്നൊരു കാര്യം ചെയ്യും എസ് ഐ സാറിന് വിളിച്ചതിന് ശേഷം നല്ലത് കൊടുക്കാൻ പറയുന്ന രേവതി പറയുമ്പോഴത്തേക്കും സച്ചി രേവതിയെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി പറയണം അല്ലാതെ പിന്നെ ഇമ്മത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാനാണ് സച്ചിയേട്ടെ, അതേ രീതിയിലല്ല കള്ളത്തരം കാണിച്ചു വെച്ചിരിക്കുന്നത്, വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ട സ്വർണ്ണമാല അത് തിരികെ മീരയേൽപ്പിക്കേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളുടെ ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പണ്ടും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പണ്ടും പല കേസുകളിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്നിട്ട് അവൻ രക്ഷപ്പെട്ട് കളയുമെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അതിനുശേഷം സച്ചി പറയണം എന്തായാലും അവൻ എൻ്റെ ഏട്ടനാണ്, അവനെ ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് ഞാൻ പോകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ പോവരുന്നല്ലേ പറഞ്ഞേക്കുന്നതെന്ന് രേവതി സച്ചിയോട് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ പോവണ്ടേ എന്ന് പറഞ്ഞാലും ഞാൻ പോവുക തന്നെ ചെയ്യും, അവൻ എന്നോട് എത്രത്തോളം ദേഷ്യം ഉണ്ടായാലും എനിക്കതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല, അവൻ എൻ്റെ ഏട്ടനാണ്, എൻ്റെ സ്വന്തം ചോരയാണ്, എനിക്ക് അവന് വേണ്ടിയിട്ട് അവനെ അങ്ങനെ വിട്ടുകളയാൻ സാധിക്കില്ല രേവതി എന്നൊക്കെ സച്ചി പറയുന്ന നേരത്ത് ദേഷ്യം വന്നിട്ടാണ് സച്ചിയോട് ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ചേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുക എന്നൊക്കെ രേവതിയും മറുപടി പറയുന്നുണ്ട്. അങ്ങനെ സുധീനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കുന്നതിനായിട്ട് സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് സ്റ്റേഷനിൽ സെല്ലിൻ്റെ ഉള്ളിൽ ആകെ സങ്കടപ്പെട്ട് കിടക്കാണ്ട് സുധി. ആ ഒരു ഭാഗത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.